ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെ വിവരങ്ങൾ എല്ലാവരെയും. നമ്മളിപ്പോൾ ഇന്ന് വന്നിക്കണത് നമ്മളെ പഴയ ഒരു അയൽവാസിനെ കാണാൻ, മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ എല്ലാം കൂടിയൊക്കെ ആയിട്ട് പോന്നതാട്ടോ. നമ്മളിപ്പോൾ ഈ പോണ സ്ഥലം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മളെ വേങ്ങര ML കുഞ്ഞാലി കുട്ടി സാഹിബിൻ്റെ വീടും സ്ഥലമൊക്കെ കേട്ടോ ഈ കാണുന്നത്. മോന് ജലദോഷവും പനി ചുമ ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നാൾ ഇവിടെ പോയിനല്ലോ, എന്താണ് നമ്മളൊരു യൂട്യൂബറെ വീട്ടിലേക്ക് പോയില്ലേ, അന്ന് മഴയും ഇതൊക്കെ കൊണ്ടുകാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് വന്ന് കുറവില്ല ഇവിടെ കാണിച്ചിനും. അപ്പോൾ കുറവില്ലാത്തതുകൊണ്ട് 2ാം പ്രാവശ്യം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയതിന്. ഏതായാലും കോട്ടപ്പടി വന്നില്ലേ വിചാരിച്ചുകാണ്ട് ഇങ്ങനെ പഴയ സുഹൃത്തുക്കളെ നമ്മളെ പഴയ വീടൊക്കെ ഒന്ന് കാണാമല്ലോ വിചാരിച്ചുകാണ്ട് ഇങ്ങനെ പോവാട്ടോ. ഇതൊക്കെയാണ് കേട്ടോ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീടാണിത്. വീടിൻ്റെ മുൻവശമാണിത്. ഇതൊക്കെ നിങ്ങൾ കണ്ടേക്കണോ അറിയില്ല, അറിയണവരും ഉണ്ടാവും, ഇതിൽ തീരെ അറിയാത്തവരൊക്കെ ഉണ്ടാവും. MLൻ്റെ വീട് കഴിഞ്ഞ് കുറച്ചാണ് പോയാൽ തന്നെ നമുക്ക് നമ്മളെ കൊടപ്പനക്കൽ തറവാട് കാണാം കേട്ടോ. അവിടുന്ന് കുറച്ച് പോയാൽ മതി. തങ്ങളെ വീട് എല്ലാവർക്കും അറിയില്ല, പാണക്കാട് തങ്ങൾ അറിയും. അവിടെ അങ്ങോട്ടാട്ടോ നമ്മൾ പോണത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ളത്. ഇപ്പോൾ അതാ നമ്മൾ പാണക്കാട് തറവാടിലെത്തിയിട്ടോ. കൊടപ്പനക്കൽ തറവാട് എന്ന് പറയും. അത് പറഞ്ഞാലേ എല്ലാവർക്കും അറിയുണ്ടാവുള്ളൂ. എന്താ അവിടെ എഴുതിയത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കൊടപ്പനക്കൽ തറവാട് എന്നാട്ടോ അത് എഴുതിയിരിക്കണത്. ഓലെ വീടാണ്, ഷിഹാബ് തങ്ങളെ വീടാട്ടോ അത്. ഇന്ന് അവിടെ ആരും ഉണ്ടാവില്ല. ചൊവ്വാഴ്ച ദിവസം മാത്രമേ അവിടെ ചികിത്സ ഉണ്ടാവുള്ളൂ. എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ നിറച്ച് ആളായിക്കാരം. രാത്രി 10 മണിയായാലും ഈ റോഡും പരിസരം മൊത്തം ആളായിക്കാരം കേട്ടോ. ഒരു കറാമത്ത് തന്നെയാണല്ലത്. അതൊക്കെ കണ്ടിങ്ങനെ പോവാട്ടോ. തങ്ങളെ വീട് കാണാത്തോലെ ആരും ഉണ്ടാവില്ല അല്ലേ. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ചിങ്ങനെ വരിക കേട്ടോ. അപ്പോൾ അത് വല്യങ്ങാടിയിലെത്തി അങ്ങോട്ട് തിരിയാണ്. കൈനോട്ടേക്ക് ഒരു ഫ്ലാറ്റുകളുണ്ട്. ചെറിയ ചെറിയ വീടുകളാട്ടോ. ഫ്ലാറ്റ് പറയുമ്പോൾ വലിയ ഫ്ലാറ്റല്ല, ചെറിയ ചെറിയ വീടുകൾ. അത് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാവർക്കും കിട്ടണം. എല്ലാവർക്കും ഒന്നും കിട്ടില്ല, നമ്മൾ എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തുകൊണ്ട് 30,000 ഉറുപ്യ ഓരോരുത്തർ കൊടുക്കും വേണം. അങ്ങനെ എൻ്റെ ഏട്ടത്തിക്കൊരു വീട് അവിടെ ഉണ്ട്. പക്ഷെ ഓളതിൽ താമസിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളതിനതിൽ കുറേ കാലം താമസിച്ചിരിക്കണം. 8 കൊല്ലം പോലെ നിന്നേക്കണു അവിടെ. ഓള് താമസിക്കാത്ത ഒക്കെ 2 വലിയ പെൺകുട്ടികളൊക്കെയാണ്. കല്യാണം കഴിക്കാതെ ഇപ്പോൾ കോളനി പോയി നിൽക്കണ്ടാറിന് കാണ്ട് കല്യാണമൊക്കെ ശരിയാവാനൊക്കെ ബുദ്ധിമുട്ടായിക്കാരല്ലോ. പല ആൾക്കാരും കൂടി ഉള്ളതല്ലേ. 180 പേരുണ്ട് കേട്ടോ അവിടെ. അതിലൊരു പേര് ഓൾതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാലം ഞാൻ അവിടെ പാർത്തതാണല്ലോ. അപ്പോൾ അവിടെ ഒരയൽവാസിയല്ല, കുറേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഓലൊക്കെ ഒന്ന് കാണാൻ പോയി. ഏതായാലും ഓല അടുത്ത് കൂടിയല്ലേ പോണത്. അപ്പോൾ ഓലൊക്കെ ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ച്. ഞങ്ങളൊക്കെ ഈ റോഡ് കാണുമ്പോൾ അന്തം വിടും. വലിയ കയറ്റാണ് കേട്ടോ. വണ്ടിയൊന്നും മേലേക്ക് കയറൂല. റോഡാണെങ്കിൽ ആകെ കുണ്ടും കുഴിയും, കാലാകാലം റോഡ് ഇങ്ങനെ തന്നെ. 2 സൈഡിൽ കൂടിയും വേസ്റ്റ് വെള്ളം അങ്ങനെ പോകുമ്പോഴേ റോഡ് പറ്റ മോശമാണ്. ഒരു കാട് കെട്ടി കിടക്കണ സ്ഥലം കൊടുക്കുക അപ്പോൾ എന്നൊക്കെ വിചാരിച്ചു. 2 ആ ഭാഗം ഫുള്ള് വീടാട്ടോ. 180 വീടുകളുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി പോകണം. കുഴങ്ങണമുണ്ട്. എൻ്റെ പോകാൻ പറ്റ കുഴങ്ങിക്കണു. അവിടെ കയറി നിൽക്കണം. തണൽ കണ്ടപ്പോൾ ഇങ്ങനെ. ഏറ്റവും ലാസ്റ്റത്താണ് എൻ്റെ അയൽവാസി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ. അന്നേരം പോയിട്ടും കാര്യം ചെയ്യണം. മക്കളൊന്നും ഉണ്ടാവില്ല, അവരൊക്കെ സ്കൂളിൽ പോയതേക്കാരം. ഓളെന്നെ ഉണ്ടാവുള്ളൂ. ഓളെ വിളിച്ചാതെ പോവുകയാണ്. അപ്പം ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഞാൻ കയറ്റം കയറി കുഴങ്ങിയപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്, കുറച്ച് വെള്ളമൊക്കെ കലക്കി വെച്ചു പറഞ്ഞു. എത്ര വെള്ളം കിട്ടിയാലും നമ്മൾ കുടിച്ചു. അത്രയും വലിയ കയറ്റാണിത്. ഇത് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ടാട്ടോ. മേലുള്ളത് താഴെയുള്ളതും വേറെ വേറെ കേട്ടോ. മേലെ വേറെ കൂട്ടരും താഴെ വേറെ കൂട്ടരും അങ്ങനെയാണ്. എല്ലാ പണിയും കൂടി ഒന്നും ഓല് ചെയ്തു തരില്ല. നമ്മൾ 30,000 കൊടുത്ത ഒരു വാർപ്പുള്ളത് വരെയാണ് കഴിച്ചു തരും. കോട്ടേഴ്സിൻ്റെ മാതിരി തന്നെ
പിന്നെ നമ്മൾ പൈപ്പ് ലൈനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ജനൽ പൊളി വാതിൽ പൊളിയൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്യലാട്ടോ. നമുക്കത് വിറ്റ് പോരാനൊന്നും പറ്റൂല. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് തിരിച്ചു കൊടുത്താൽ നമ്മൾ കൊടുത്ത പൈസ ഒരു തിരിച്ചു തരും. അങ്ങനെയാണ്. ഇതിൽ ഫുള്ളാളാണ്, എല്ലാത്തിലും ആളാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ വീടായി ഒക്കെ ഒഴിഞ്ഞ് പോണവരുണ്ട്. അപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ അതേമാതിരി പഴയ സാധുക്കൾ ഉണ്ടാകുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്താൽ അവർക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെ പോവുക കേട്ടോ. ഇപ്പം ഞാനിതാ നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പം ഞാൻ നിന്നീൻ്റെ വീട് കേട്ടോ. ഈ കാണുന്ന ഫ്ലാറ്റാണ് കേട്ടോ ഞാൻ നിന്നീൻ്റെത്. ഇതിൽ പിന്നെ ആരും വന്നിട്ടില്ല. ഇത് വാടക കൊടുക്കാനും പറ്റൂല. വാടകക്കാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോന്നിട്ട് 2 കൊല്ലമേ ആയിട്ടുള്ളൂ. പിന്നെ ആരും ഈ വഴിക്ക് വരാത്തതുകൊണ്ട് കാട് മൂടി കിടക്കുകയാണ്. എൻ്റെ ഏട്ടത്തിയും വന്ന് നോക്കിയിട്ടില്ല. അവൾ മുനിസിപ്പാലിറ്റിക്ക് തന്നെ തിരിച്ച് കൊടുത്തേക്കണത്. ഏതായാലും ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ. എല്ലാവരും നേരമായതുകൊണ്ട് എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. മക്കളൊക്കെ സ്കൂളിൽ പോയവരാണ്. അല്ലെങ്കിൽ പോയി പുറത്ത് നിറച്ച ആൾക്കാരായിക്കാരം. വൈകുന്നേരം നല്ല രസമാണ്. കോളനിയല്ലേ. എൻ്റെ അയൽവാസിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടാ. ഇത് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഓള്. ഞങ്ങളിതേ പാർത്തന്ന് പിന്നെന്താ കറണ്ട് ആയാലും വേറെ എന്ത് ചോദിച്ചാലും ഒരു മടി കൂടാതെ ഓളും ഓളെ ഭർത്താവും എല്ലാ കാര്യത്തിനും സഹായിക്കാണ്ടായിരുന്നു കേട്ടോ. അന്നും ഇന്നും ഒരുപോലെ നല്ല ഒരു ഒരുമയിൽ പോകുന്ന ഒരാളാണ് ഓള്. ഇതാ അവിടെ എത്തി. ബെല്ലടിച്ച് നോക്കിയിട്ട് ബെല്ലൊന്നും കേൾക്കണില്ല, കറണ്ടില്ല തോന്നണ്. ഓൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഈ സ്ഥലമൊക്കെ ആദ്യമായിട്ട് കാണും. ആ കയറ്റം കയറി കണ്ട് അതാ ഓളിതാ വരുന്നേ. ഇതിപ്പോൾ നമ്മൾ കയറിനോടത്ത് തന്നെ അങ്ങനെ ഒരു സിറ്റ് ഔട്ടാണ്. പിന്നെ ചെറിയൊരു ഹാള്, പിന്നെ ഒരു ഹാളിൽ നിന്ന് അപ്പുറത്തൊരു ഡോറൊന്നും ഇല്ലാത്ത ചെറിയൊരു റൂമുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു സ്ഥലമൊക്കെ ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ മേലെ പോലൊരു സീറ്റ് ഇട്ടുകൊണ്ട് ചെറിയൊരു അടുക്കളയൊക്കെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു ബെഡ്റൂമും ഒരു ഹാളും ഒരു സിറ്റ് ഔട്ടുമാണ് ഇപ്പോൾ കാര്യമായിട്ട് ഇതിനുള്ളത്. ചെറിയൊരു ഫാമിലിക്ക് പാർക്കാൻ നമ്മൾ വാടക കൊടുക്കാതെ നമുക്കിങ്ങനെ നിൽക്കാം. അതിന് പറ്റും. അവൾ പറയാം ഇപ്പോൾ വിളിച്ചാതെ വന്നു പറയാതെ വന്നു എന്നൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് ആ കയറ്റം കയറിയാൽ കുറച്ച് വെള്ളം കിട്ടണം, അത്രേ ഉള്ളൂ മതി. ഞങ്ങൾ വന്ന് കയറുമ്പോൾ അവളെ പണികളൊക്കെ കഴിച്ച് കുളിച്ചാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പം ഇനി കുളി കഴിഞ്ഞ് വരട്ടെ വിചാരിച്ച് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഓളെ മക്കൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് +2-ലാണ്. ഒരാൾ ടൂറൊക്കെ പോയി എന്നുകൊണ്ട് കുറച്ച് മുട്ടായും സാധനങ്ങളൊക്കെ കൊടുന്നേക്കണം. അതൊക്കെ മോനും ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് തിന്ന് കേട്ടോ. വെള്ളമൊക്കെ കലക്കി തന്നിക്കാണ്ട് അവൾ കുളിച്ചാൻ പോയിക്കുന്നുണ്ട്. ഓനേതായാലും നല്ല ഇഷ്ടപ്പെട്ടേക്കണം. ഓന് പറ്റിയ സാധനം കിട്ടിയിരിക്കണം. അവന് വലിയ കാര്യമാണ്. ഇതിനും 1-2 തിന്നുമ്പോഴത്തേന് പല്ല് വേദന പറഞ്ഞുകൊണ്ട് പിന്നെ കരച്ചിലാണ്. പിന്നെ ഒരു സാധനം തിന്നാൻ പറ്റൂല. ഓൾ കുട്ടിക്ക് ചോറ് കൊടുത്താളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോറൊക്കെ അവിടെ എടുത്ത് വെച്ചേക്കണ്. അവൻ കഴിക്കൂല. മുട്ടായി ഉണ്ടാൽ പിന്നെ ചോറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പോകുകയാണെങ്കിൽ ഒരുപാട് വരിയിൽ പോവാണ്ട് 180 പേരാളല്ല അവിടെ. എല്ലാവരും ഒന്നും ചെയ്യും. നമ്മളെ തൊട്ടടുത്തുള്ള കുറച്ച് പേരാളെ വരിയിൽ അയൽവാസികളൊക്കെ പോകാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓളെടുത്ത് കുറച്ച് ഗോതമ്പൊക്കെ ഉണ്ട് പറഞ്ഞു. റേഷൻ കടയിൽ നിന്ന് കൊടുന്നേക്കണ ഗോതമ്പൊക്കെ കിട്ടിയാൽ ഓളെടുത്ത് വെക്കലാണ്, എനിക്ക് തരലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾ പോകണം. ഏതായാലും അവിടെ നിന്നിട്ട് കാര്യമില്ല. മക്കൾ വരണമെങ്കിൽ വൈകുന്നേരം ആകുമല്ലോ. അവിടെ പുതിയാപ്പിള പണിക്ക് പോയതാണ്. സെൻട്രിങ്ങിൻ്റെ പണിയാണ്. 2 മണിയൊക്കെ ആവും പണി കഴിഞ്ഞ് വരാൻ. ഏതായാലും ഞങ്ങൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുക കേട്ടോ. നമുക്ക് സങ്കടമാണ് വിളിച്ചാതെ വന്നിട്ടും പിന്നെന്താ ഒന്നും കഴിക്കാതെ പോകുമ്പോഴൊക്കെ. ഈ ചൂടുകാലം ഇപ്പം എന്താ നമുക്ക് ചോറ് പരിയിലുണ്ടാക്കി വെച്ചുകൊണ്ട് പോകുന്നത് തന്നെയല്ലേ. വെള്ളം എന്തെങ്കിലും കുടിച്ച് പോകാമെന്നല്ലാതെ. അപ്പോൾ പോവുകയാണ്. വല്ലാതെ ഇരുന്നിട്ടൊന്നുമില്ല. ഇനി മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ വരണം. എന്നാലേ തോനെ നേരം വർത്താനം പറയും. എൻ്റെ മോളും വേണം, ഓല മക്കളും വേണം. ഓല മക്കളുണ്ടെങ്കിലേ അപ്പം എൻ്റെ മോളും പോരുള്ളൂ. അല്ലാതെ മോള് പോരൂല. അവർക്ക് രസമാണെങ്കിൽ ചങ്ങാഴ്ചകളെയൊക്കെ കാണണ്ടേ. അങ്ങനെ ഗോതമ്പൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോവാം കേട്ടോ. ഇറങ്ങാൻ നല്ല സുഖമാണ്. ഇറക്കല്ലേ. അങ്ങനെ വല്ല ഇറങ്ങി പോകാം. ഇനിയിപ്പോൾ ഇതാ ഇവിടെ നമുക്ക് ലൈൻ വെള്ളമാണ്. പിന്നെ കിണറും ഇതൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വെള്ളം കൊടുന്നതിൻ്റെ വീടുണ്ട് കുറേ താഴെ കേട്ടോ. ആ വീട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അവിടുന്ന് ക്യാനിലാക്കിക്കാണ്ട് ഇങ്ങനെ കൊണ്ടുവരലാണ്. ഇപ്പം ചിലവരൊക്കെ പൈസ കൊടുത്തുകാണ്ട് കുടിവെള്ളം വാങ്ങും. ഇതാ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ വെള്ളം കൊടുന്നില്ല. അപ്പം ഇനി ഓളയും കൂടി കണ്ടുകാണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അത്രയും ഞങ്ങൾ വരുമ്പോൾ ഒരു ക്യാനോട് വെച്ച് കണ്ട് പോകും.
ഒരു ക്യാന് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് രണ്ടാമത് വരുമ്പോൾ ആ ക്യാനിലെ കുളന്നെ വെള്ളം നിറച്ച് വെച്ച് അവരൊക്കെ എല്ലാം ഉപകാരം ചെയ്തേക്കണം, സഹായിച്ചേക്കണമെന്ന് മറക്കാൻ പറ്റൂല. അപ്പം നമ്മൾ ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ ഒന്ന് കയറി കാണുക, അത് നമ്മളൊരു കടമയല്ലേ. കുറേ കാലത്തിന് ശേഷം കേട്ടോ അവരെയൊക്കെ കാണുന്നത്. ഏതായാലും അൽഹംദുലില്ലാ സന്തോഷം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.